നമുക്ക് രേവതിയുടെ സച്ചിയുടെയും അടുത്ത ആഴ്ചയിലെ നല്ലൊരു വിശേഷം കേട്ടാലോ? അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വലിയേറെ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ? അങ്ങനെ അടുത്ത ആഴ്ചത്തെ വിശേഷത്തില് സുധിയുടെ കടയുടെ ഷോപ്പ് ഉദ്ഘാടനവും കാര്യങ്ങളൊക്കെ നടന്നു. പിന്നീട് പഴയ കടയിലുണ്ടായിരുന്ന സ്റ്റാഫുകളെല്ലാം സുധി പിരിച്ചുവിടുകയാണ്. പിന്നീട് പുതിയ ആൾക്കാരെയൊക്കെ നിയമിക്കുകയാണ്. പഴയ ആൾക്കാർക്കൊക്കെ ഭയങ്കര വിഷമമായി. കാരണം വർഷങ്ങളായിട്ട് അവർ ജോലി ചെയ്തുകൊണ്ടിരുന്ന, പക്ഷെ അവരുടെ ആ ഫീലിങ്സിനൊന്നും സുധി ഒരു വിലയും കൽപ്പിച്ചില്ല. സുധിയുടെ വിചാരം ഇന്നത്തെ കാലത്ത് കോട്ടും ടൈയും ഒക്കെ ഇട്ട് അങ്ങനെ വല്ല സെറ്റപ്പിലിരിക്കണം, എങ്കിലോ കടയിലേക്ക് വരുന്ന ആൾക്കാർക്ക് ഒരു മതിപ്പ് തോന്നത്തുള്ളൂ എന്നൊരു ചിന്തയായിരുന്നു. അങ്ങനെ പഴയ ആൾക്കാരെ എല്ലാം പിരിച്ചുവിട്ട് പുതിയ ആൾക്കാരെയൊക്കെ നിയമിച്ച് ആദ്യത്തെ ദിവസം തന്നെ കളക്ഷൻ നല്ല രീതി മുന്നോട്ട് പോയി. നല്ല കളക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ശ്രുതി അതിന്റെ സന്തോഷത്തിലായിരുന്നു. ശ്രുതിയാണെങ്കിലും പിന്നീട് അവന്ന് വൈകുന്നേരം വീട്ടിലേക്ക് വരുവാണ്. ഈ സമയത്ത് ചന്ദ്രമതിക്ക് ഭയങ്കര സന്തോഷം. തന്റെ മോൻ എന്തോ പടം നയിച്ച് ജയിച്ചു വരുന്ന പോലെയാണ് ചന്ദ്രമതിക്ക് തോന്നുന്നത്. ചന്ദ്രമതി അകത്തേക്ക് ഓടിപ്പോയിട്ട് ആരതിയൊക്കെ എടുത്തോണ്ട് വന്ന് അവരെ ആരതി ഒഴിയുകയാണ്. ഇത് കണ്ടുകൊണ്ട് രവീന്ദ്രൻ വന്നിട്ട് ചോദിച്ചു, നീ എന്താ ചന്ദ്ര ആരതിയൊക്കെ ഒഴിയുന്നതെന്ന് ചോദിക്കണം. പിന്നെ ഇന്ന് ഒരു ദിവസം എൻ്റെ മോൻ കടയിൽ ഇരുന്നിട്ട് വരുന്നല്ലേ, അത് ആദ്യമായിട്ട് ഷോപ്പ് ഉൾക്കാണോ കഴിഞ്ഞ് മടുത്ത് വരുന്നല്ലേ, അപ്പൊ അവന് മേൽ ദൃഷ്ടിയൊക്കെ പെട്ടിട്ടുണ്ടായിരിക്കും. അപ്പൊ ദൃഷ്ടിദോഷമൊക്കെ മാറാൻ വേണ്ടിയിട്ടാണ് രണ്ടുപേരെ ആരതി ഒഴിയുന്നതെന്ന് പറയണം. അത് കേട്ട് കഴിഞ്ഞപ്പം അങ്ങോട്ടേക്ക് വന്ന് സച്ചി പറഞ്ഞു, അത് കൊള്ളാം, നല്ല കാര്യമായി. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ശ്രീകാന്ത് വന്നു. പിന്നീട് ശ്രീകാന്തിനോട് സച്ചി ചോദിച്ചു, എടാ ശ്രീകാന്തെ, നീ ഇത്ര നാളായി റെസ്റ്റോറൻറ്റിൽ പോയിട്ട് വരുന്നേ, എന്നെങ്കിലും ഒരു ദിവസം നിന്നെ ആദ്യം ഒഴിഞ്ഞ് അകത്തേക്ക് ഏറ്റിട്ടുണ്ടോ എന്ന് ചോദിക്കണേ. ശ്രീകാന്ത് പറഞ്ഞു, ഇല്ലെന്ന് പറയണം. ഞാനും അതുപോലെ തന്നെ ഡ്രൈവിംഗ് ജോലിക്ക് പോകുന്നുണ്ട് കുറെ കാലമായി. ഇന്ന് വരെയായിട്ട് നമ്മളെ ആരും ആദ്യം ഒഴിഞ്ഞ് അകത്തേക്ക് ഏറ്റിട്ടില്ല. നമുക്കാരും ദൃഷ്ടിദോഷമൊന്നും വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുമില്ല എന്ന് പറയണം. അത് കേട്ടുകഴിഞ്ഞപ്പം പെട്ടെന്ന് ചന്ദ്രമതി പറഞ്ഞു, അതുപോലെയാണോ ഇത്? എൻ്റെ മോൻ സ്വന്തമായിട്ടൊരു ബിസിനസ് തുടങ്ങിയിട്ട് 4 കാശ് ഉണ്ടാക്കാൻ പോവാന്ന് പറയണം. ഇത് കേട്ടപ്പോൾ രവീന്ദ്രൻ പറഞ്ഞു, എല്ലാം ശരിയല്ലേ, എല്ലാവരും അധ്വാനിച്ച് തന്നെയല്ലേ ജീവിക്കണേന്ന് ചോദിക്കുകയാണ്. അത് കേട്ട് ചന്ദ്രമതിക്ക് ഒട്ടും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. പെട്ടെന്ന് ശ്രുതി പറഞ്ഞു, അതെ എനിക്ക് നല്ല ക്ഷീണം തോന്നുന്നുണ്ട്, എനിക്കൊന്ന് കിടക്കണമെന്ന് പറയണം. ശ്രുതി പറഞ്ഞ്, കഴിച്ചിട്ട് കിടക്കാൻ വേണ്ടാന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി അങ്ങ് പോയി കട്ടിലേക്ക് കിടക്കുവാണ്. ഈ സമയത്ത് ശ്രുതി ആഹാരം കഴിക്കാൻ കുറെ തവണ ശ്രുതിയെ വിളിച്ചു. പക്ഷെ ശ്രുതി എഴുന്നേറ്റില്ല. ക്ഷീണമെന്നും പറഞ്ഞ് കിടക്കുവാണ്. കാരണം ഇത്രയും കാലം ദേഹം അനങ്ങാതെ വെറുതെ വീട്ടിൽ കുത്തിയിരിക്കായിരുന്നു. അല്ലെങ്കിൽ പാർക്കിൽ പോയി വെറുതെ സൊറ പറഞ്ഞു കിടന്നുറങ്ങും. പക്ഷെ ഇന്നങ്ങനെയല്ല, കുറെ കഷ്ടപ്പെട്ടു. അപ്പൊ അതിൻ്റെതായൊരു ക്ഷീണം മനസ്സിലുണ്ട് താനും, ശരീരത്തിനുണ്ട് മനസ്സിനുണ്ട്. അതുകൊണ്ടാണ് ശ്രുതി പോയി കിടന്നേ. കുറെ സമയം കഴിഞ്ഞപ്പം സച്ചിന്റെ അവധി പുറത്താണ്. കാരണം അവരുടെ ടേണാണ്. റൊട്ടേഷൻ അനുസരിച്ച് അവരാണ് മുറി കിടക്കേണ്ടത്. പക്ഷെ ശ്രുതി മുറിയിൽ നിന്ന് ഇറങ്ങി വരാതെ നിന്ന് കഴിഞ്ഞപ്പോഴത്തേനും എന്താ കാര്യം എന്നറിയാൻ വേണ്ടി സച്ചി പോയി കഥയെ മുട്ടുവാണ്. ആ സമയത്ത് ശ്രുതി ദേഷ്യത്തോടെ വന്ന് കഥ തുറന്നിട്ട് പറഞ്ഞു, എന്താ എന്താ കാര്യം എന്നൊക്കെ ചോദിക്കുകയാണ്. അതെ, ഞങ്ങളുടെ ടേണ, ഞങ്ങൾക്ക് മുറിയിൽ കിടക്കണമെന്ന് പറയണം. പക്ഷെ ശ്രുതി സമ്മതിച്ചില്ല. ശ്രുതി കിടന്നുറങ്ങുക, ഇനി ശ്രുതിനെ ശല്യം ചെയ്യാനൊന്നും പറ്റില്ല എന്ന് പറയണം. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, മര്യാദയ്ക്ക് അവനെ ഇങ്ങോട്ട് എഴുന്നേപ്പിക്കാൻ പറയണം. പക്ഷേങ്കിൽ ശ്രുതി 2-3 വട്ടം വിളിച്ചിട്ടും ശ്രുതി അനങ്ങാൻ പോലും കൂട്ടാക്കിയില്ല. ശ്രുതി കിടന്ന കിടപ്പ് തന്നെ കിടക്കുവാണ്. ശ്രുതി പറഞ്ഞു, അതെ ഞാനിവിടെ കിടക്കട്ടെ, എനിക്ക് ഹാളിൽ കിടന്ന ഉറക്കം വരില്ല, രാവിലെ എഴുന്നേറ്റ് പോകണ്ട, AC ഇല്ലെങ്കിൽ എനിക്ക് ഉറങ്ങാൻ പറ്റില്ല, രാവിലെ ഞാൻ കടയിൽ പോയിരുന്ന് ഉറക്കം തൂങ്ങേണ്ട വരും, വരുന്ന കസ്റ്റമേഴ്സിനൊക്കെ അത് ബുദ്ധിമുട്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതി വീണ്ടും അവിടെ കിടക്കുവാണ്. സച്ചിക്ക് മനസ്സിലായി അവൻ എഴുന്നേക്കില്ല എന്നുള്ള കാര്യം. ആ സമയം രേവതിക്ക് ഭയങ്കര വിഷമായിരുന്നു. രേവതി പറഞ്ഞു, സച്ചേട്ടാ വേണ്ട, അവിടെ എങ്ങനെ കിടന്നുറങ്ങട്ടെ, വെറുതെ എന്തിനാ, നമുക്ക് ഹാളിലോ ടെറസിലോ എവിടെയെങ്കിലും പോയി കിടക്കാന്ന് പറയാണ്. പക്ഷേ എങ്കിൽ സച്ചിക്ക് നല്ല ദേഷ്യമായിരുന്നു. സച്ചി പിന്നെ അവിടെ കിടന്ന് ഒച്ചപ്പാട് വെക്കുമ്പോഴത്തേനും ചന്ദ്രമതിയും രവീന്ദ്രനും കൂടെ ഇറങ്ങി വരുവാണ്. ചന്ദ്രമതിയും രവീന്ദ്രനും വന്നിട്ട് സച്ചിയോട് ചെന്താ കാര്യം ചോദിക്കണം. ആ സമയത്ത് സച്ചി കാര്യം പറയണം. ആ സമയം രവീന്ദ്രൻ നോക്കിയപ്പോൾ ശ്രുതി അവിടെ കിടക്കുവാണ്. രവീന്ദ്രൻ പറഞ്ഞ്, അവൻ ഉറങ്ങിയില്ലോ എന്ന് പറയണം. അതൊക്കെ അവന്റെ കള്ള ഉറക്കം വച്ചാ, അവൻ എഴുന്നേക്കാൻ മടിയായിട്ട് പറയണതാ. ഈ സമയം ചന്ദ്രമതിക്ക് ദേഷ്യമായി. ചന്ദ്രമതി രേവതിയോട് ദേഷ്യപ്പെടുകയാണ്. എടി, നിനക്ക് നാണമുണ്ടോ? നിനക്കെന്താ അവിടെ മുറിയിൽ കിടന്നാലോ ഉറക്കം വരുള്ളോ? അല്ലെങ്കിൽ നിനക്ക് ഉറക്കം വരത്തില്ലേ? അതിന് മാത്രം എന്താ ഇരിക്കുന്ന ഇപ്പൊ മുറിയിൽ കിടന്ന് ഉറങ്ങാൻ വേണ്ടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വളരെ മോശമായ രീതിയിൽ പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേന് രേവതിക്ക് ഭയങ്കര സങ്കടമായി. രേവതി പറഞ്ഞു, അതെ എനിക്ക് മുറി വേണമെന്ന് ഒരു നിർബന്ധമില്ല, ഞാൻ ഹാളിലാണെങ്കിലും എന്റെ ടെറസിന് മുകളിൽ എവിടെയാണെങ്കിലും കിടന്ന് ഉറങ്ങിക്കോളൂ അമ്മേ, എനിക്കതൊന്നും കുഴപ്പമുള്ള കാര്യമൊന്നും അല്ലാന്ന് പറയണം. പിന്നീട് സച്ചിയോട് പറഞ്ഞു, സച്ചിയേട്ടൻ ഇങ്ങോട്ട് വരാൻ പറയണം. സച്ചി രവീന്ദ്രനോട് ചോദിച്ചു, ഇത് എവിടുത്തെ ന്യായം വെച്ചാന്ന് ചോദിക്കുക. റൊട്ടേഷൻ അനുസരിച്ച് ഞങ്ങളല്ലേ കിടക്കണ്ടേ, ഞങ്ങളെ മുറിക്ക് പുറത്താക്കേണ്ട വല്ല കാര്യം ഉണ്ടോന്നൊക്കെ ചോദിക്കുകയാണ്. രവീന്ദ്രൻ പറഞ്ഞൊരു കാര്യം ചെയ്യാം, ഇന്നത്തെ ദിവസം നിങ്ങൾ ഞങ്ങളുടെ മുറി കിടന്നു, ഞാൻ പുറത്ത് കിടന്നോളാന്ന് പറയണം.
അത് കേട്ടപ്പോൾ ചന്ദ്രമതിക്ക് ഇഷ്ടപ്പെട്ടില്ല. ചന്ദ്രമതി പറഞ്ഞു, അതെങ്ങനെ ശരിയാവും? രവിയേട്ടന് വയ്യാത്തൊക്കെ അല്ലേന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും സച്ചി പറഞ്ഞു, അത് വേണ്ടച്ചാ. കാരണം രവീന്ദ്രനെ പുറത്ത് കിടത്തിയിട്ട് സച്ചി ഒരു പട്ടുമത്തേലും പോയി കിടക്കില്ല. സച്ചിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ലെന്ന് ചന്ദ്രമതിക്കാണല്ലോ അറിയാം. ആ സമയത്ത് സച്ചി പറഞ്ഞു, വേണ്ട, അച്ഛൻ മുറിയിൽ പോയി കിടന്നു, കുഴപ്പമില്ല, ഞങ്ങളിന്ന് പുറത്ത് കിടന്നോളാന്ന് പറയണ. പിന്നീട് ശ്രുതിയെ നോക്കിയിട്ട് പറഞ്ഞു, നാളെ കാണിച്ചരാ എന്ന് പറഞ്ഞിട്ട് രേവതിയോട് പറഞ്ഞു, ബാ രേവതി എന്ന് പറഞ്ഞ് രേവതിയും വിളിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് പോവാണ്. പിന്നീട് ടെറസിന്റെ മുകളിലേക്ക് ചെല്ലുക. അവിടെ പാ പിടിച്ചു കഴിഞ്ഞിട്ട് രേവതിയോട് പറഞ്ഞു, നിനക്ക് സങ്കടമായെന്ന് ചോദിക്കുക. എന്തിന്? അല്ല, മുറി കിട്ടാഞ്ഞിട്ട്. എനിക്ക് എന്ത് സങ്കടം ഇരിക്കുന്നേ, എനിക്ക് എവിടെയാണെങ്കിലും കിടന്ന് ഉറങ്ങിയാൽ മതി സച്ചിയേട്ടാ. അല്ലെങ്കിൽ നമ്മൾ പട്ടുമെത്തയിലൊന്നും അല്ല കിടന്നിരിക്കുന്നേ. നമുക്ക് എവിടെയാണെങ്കിലും ക്ഷീണം ഉണ്ടെങ്കിൽ ഒരു പാ പിരിച്ച് നമ്മൾ അവിടെ അങ്ങോട്ട് കിടക്കും. നമുക്ക് ഇന്ന മുറി വേണമെന്നോ അങ്ങനെയൊന്നും ഒരു നിർബന്ധം ഇല്ലെന്ന് പറയാം. അതല്ലല്ലോ, കല്യാണമൊക്കെ കഴിഞ്ഞ് നമ്മളൊരു കുടുംബമായിട്ട് താമസിക്കുമ്പോൾ അതിൻ്റെതായ ഒരു ഇതുണ്ടല്ലോ. പോരാത്തതിന് അച്ഛമ്മ പറഞ്ഞിട്ട് പോവുകയും ചെയ്തതല്ലേ. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ രേവതി പറഞ്ഞു, അതിനെക്കുറിച്ചൊന്നും ഓർത്ത് സച്ചേട്ടൻ വിഷമിക്കണ്ട. നമ്മളായിട്ട് എന്തിനാ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നേ? നമ്മളായിട്ടൊരു പ്രശ്നമൊന്നും ഉണ്ടാക്കാൻ പോകണ്ട എന്നൊക്കെ പറയണ. അങ്ങനെ അന്നത്തെ രാത്രി കഴിഞ്ഞു. പിറ്റേ ദിവസം പതിവ് പോലെ തന്നെ രേവതി എഴുന്നേറ്റു. എവിടെ കിടന്നാലും രേവതിക്ക് രാവിലെ എഴുന്നേക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. രേവതി രാവിലെ തന്നെ എഴുന്നേറ്റു. അടുക്കള ജോലികളൊക്കെ ചെയ്തു, ചായയൊക്കെ വെച്ചു. അപ്പോഴേക്കും ചന്ദ്രമതി അങ്ങോട്ട് വന്നിട്ട് രേവതിയോട് ചോദിച്ചു, ചായയൊക്കെ വെച്ചോന്ന് ചോദിക്കാം. വെച്ചെന്ന് പറയണം. ഇന്നലെ രാത്രിയിൽ നിനക്ക് എന്തായിരുന്നു ചോദിക്കുക. എന്താമേ? അല്ല, നിനക്ക് നാണമുണ്ടോ മുറി കിടക്കാൻ വേണ്ടിയിട്ട് വന്ന് വഴക്കുണ്ടാക്കാനായിട്ട് എന്ന് ചോദിക്കണം. എന്നിട്ട് രേവതിയോട്, ഞാനൊന്നും പറഞ്ഞില്ലോ. പിന്നെ പറഞ്ഞില്ല പോലും. ഇതിന് മാത്രം എന്താടി നിനക്കിരിക്കുന്നേ? അവനെ കെട്ടിപ്പിടിച്ച് കിടന്നാലേ നിനക്ക് ഉറക്കം വരുവുള്ളോ? നാണമില്ലാത്തവള് എന്നൊക്കെ പറഞ്ഞ് രേവതിയെ കുറ്റപ്പെടുത്തുവാണ്. രേവതിയുടെ കണ്ണൊക്കെ നിറഞ്ഞു വന്നു. പിന്നീട് പറഞ്ഞു, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, രാവിലെ എല്ലാവർക്കും കഴിക്കാനുള്ള ആഹാരം ഉണ്ടാക്കണം എന്ന് പറയാം. രേവതി പറഞ്ഞു, അത് പിന്നെ അമ്മ പറഞ്ഞില്ലേലും ഞാൻ സ്ഥിരമായിട്ടുണ്ടാക്കുന്ന കാര്യമാണല്ലോ. ഇന്ന് അങ്ങനെയല്ല, ശ്രുതിക്ക് ഇഷ്ടപ്പെട്ടതും ഒക്കെ ഉണ്ടാക്കണമെന്ന് പറയണം. രേവതി പറഞ്ഞു, അതെ, എല്ലാവർക്കും ഉള്ളതൊന്നും ഉണ്ടാക്കാൻ എനിക്ക് പറ്റില്ല. അങ്ങനെ പല വിഭവങ്ങളും ഉണ്ടാക്കാൻ പറ്റില്ല. എല്ലാവർക്കും എന്തെങ്കിലും ഒരു സാധനം ഉണ്ടാക്കും. അതുകൊണ്ട് എല്ലാവരും കൂടെ കഴിക്കണം. അല്ലാതെ ഒരാൾക്ക് വേണ്ടി ചപ്പാത്തി, ഒരാൾക്ക് വേണ്ടി ദോശ, അങ്ങനെയൊന്നും ഉണ്ടാക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറയണം. അത് കേട്ടപ്പോൾ ചന്ദ്രമതി പറഞ്ഞു, പിന്നെ നീ എന്ത് കാണാൻ ഇരിക്കുന്നതാന്ന് ചോദിക്കുക. അതെ, എനിക്കും പൂക്കച്ചവടം ഉണ്ട്, പൂ കൊണ്ടേ കൊടുക്കാൻ പോണെന്ന് പറയാം. അതെ, ശ്രുതിയുടെ ഇഷ്ടം നോക്കിയിട്ട് മതി എന്ന് പറയണം. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും രേവതി പറഞ്ഞു, അതെ, ശ്രുതിയുടെ ഇഷ്ടം വേണേൽ ശ്രുതി നോക്കിയോളും, അത് നോക്കേണ്ട കാര്യം എനിക്കില്ല. എനിക്ക് എൻ്റെ ഭർത്താവിൻ്റെ കാര്യം നോക്കിയാൽ മതി എന്ന് പറയണം. ചന്ദ്രമതി പറഞ്ഞു, അല്ലേലും എനിക്കറിയാം, ഇന്നലെ രാത്രിയിൽ മുറി തരാത്തന്നെ ദേഷ്യം നീ തീർക്കുമല്ലേടി. നീ ഇതിലപ്പുറം ചെയ്യുമെന്ന് എനിക്കറിയാന്നൊക്കെ പറഞ്ഞുകൊണ്ട് രേവതിയെ ഭയങ്കരമായിട്ട് കുറ്റപ്പെടുത്തുവാണ്. രേവതിയുടെ കണ്ണൊക്കെ നിറഞ്ഞു വന്നു. രേവതിക്ക് സങ്കടമായി. എന്ത് ചെയ്താലും ഈ കുറ്റപ്പെടുത്തലുകൾ മാത്രമുള്ളല്ലോ. രേവതി പിന്നീട് ചായയൊക്കെ എടുത്ത് സച്ചിക്ക് കൊണ്ടേ കൊടുക്കുകയാണ്. ഈ സമയത്ത് ചന്ദ്രമതി ശ്രുതിനെ പോയി വിളിക്കുകയാണ്. ആ ശ്രുതി എഴുന്നേറ്റങ്ങ് വന്നു. പക്ഷെ ശ്രുതിയെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ശ്രുതിയാണ് പറഞ്ഞ എഴുന്നേറ്റില്ല എന്ന് പറഞ്ഞ ശ്രുതി, ഇത്ര സമയത്ത് എഴുന്നേറ്റില്ലേ, രാവിലെ കട തുറക്കേണ്ടതാണല്ലോ എന്നൊക്കെ പറഞ്ഞ് ചന്ദ്രമതി എന്നപ്പത്തേനും ശ്രുതി അവിടെ കിടന്ന് ഭയങ്കര ഉറക്കമാണ്. ശ്രുതിയെ പോയി വിളിക്കുകയാണ്. ശ്രുതി എഴുന്നേറ്റില്ല. എടാ മോനെ, എഴുന്നേക്കടെ ചക്കരെ, ഇതേ ചായയും കൊണ്ടൊക്കെ വന്നിരിക്കുന്നു എന്നൊക്കെ ഭയങ്കര സ്നേഹപ്രകടനം. ആ സമയത്താണ് സച്ചിയിലൂടെ വരുന്നത്. സച്ചി ഈ കാഴ്ച കണ്ടു. പിന്നീട് രവീന്ദ്രനെ വിളിക്കുകയാണ്. രവീന്ദ്രനെ വിളിച്ചുകൊണ്ട് കാണിച്ചു കൊടുക്കുകയാണ്. കാരണം ചന്ദ്രമതി സുധീരെ അടുത്തിരുന്ന് ഇങ്ങനെ കൊഞ്ചിക്കുന്ന പോലെ, എടാ മോനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കൊഞ്ചിക്കുകയാണ്. ഈ സമയത്ത് രവീന്ദ്രൻ ചോദിച്ചു, നിനക്ക് നാണമുണ്ടോ ചന്ദ്രേ? ഇവൻ നേരത്തെ LKG പഠിക്കാൻ പോയിക്കൊണ്ടിരുന്നപ്പോൾ ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു. രാവിലെ എഴുന്നേക്കാതെ വന്നു കഴിയുമ്പോൾ ഇവനെ ഇങ്ങനെ കൊഞ്ചിച്ച് വിളിച്ച് എഴുന്നേപ്പിച്ച് വിടുന്ന സ്വഭാവം, അതിനിപ്പോഴും ഒരു മാറ്റം വന്നിട്ടില്ലെന്ന് ചോദിക്കുക. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ചന്ദ്രമതി പറഞ്ഞു, മക്കൾ എത്ര മുതിർന്നാലും മക്കൾ തന്നെയാന്ന് പറയണം. എന്നിട്ട് ബാക്കി മക്കളോട് ഇതൊന്നും കാണുന്നില്ലോ എന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പം സച്ചി പറഞ്ഞു, അത് ശരിയായിട്ടുള്ള കാര്യമാണ് അച്ഛാന്ന് പറയണം. അപ്പോഴേക്കും ശ്രീകാന്തും വർഷം അങ്ങോട്ട് വന്നു. അവരൊക്കെ നോക്കി ഇന്ന് ചിരിക്കുകയാണ്. ശ്രുതിക്ക് ആകെപ്പാടെ നാണക്കേട് തോന്നി ഇത് കണ്ടു കഴിഞ്ഞപ്പം. ചന്ദ്രമതി അങ്ങോട്ട് ഒലിപ്പിച്ച് അങ്ങോട്ട് ഭയങ്കരമായിട്ട് അങ്ങോട്ട് പതപ്പിക്കുവിട്ട്, മോനെ എഴുന്നേക്കടാ കുട്ടാന്നൊക്കെ വിളിച്ചോണ്ട്. ഈ സമയത്ത് രവീന്ദ്രൻ പറഞ്ഞു, നീ കൊള്ളാലോ ചന്ദ്രേ, നിനക്ക് നാണം ഉണ്ടോ എന്നൊക്കെ ചോദിക്കണം. പിന്നെ എൻ്റെ മോനെ ഞാനല്ലാതെ പിന്നെ ആര് വിളിക്കുമെന്ന് ചോദിക്കണം. ദേ അമ്മ ചായ എടുത്തോണ്ട് വന്നിരിക്കുന്നു പറയാം. എൻ്റെ അമ്മ ഞാൻ കിടന്ന് ഉറങ്ങട്ടെ, എനിക്ക് ഉറങ്ങണമെന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി വീണ്ടും തിരിഞ്ഞു കിടന്നു. എടാ നിനക്ക് കടയിൽ പോകണ്ടെന്ന് ചോദിക്കാം. വേണ്ട, എനിക്ക് ഉറങ്ങണമെന്ന് പറയാണ്. ഒറ്റ ദിവസം കൊണ്ട് ശ്രുതിക്കാണെങ്കിൽ വയ്യാതായിപ്പോയി. ശ്രുതിക്ക് എഴുന്നേക്കാൻ പോലും പറ്റില്ല. രാവിലെ എഴുന്നേക്കാനൊക്കെ മടിയുള്ള കാര്യമാണല്ലോ. അങ്ങനെ ശ്രുതി വീണ്ടും കിടക്കുവാണ്. ഈ സമയത്ത് ശ്രുതിയുടെ അടുത്ത് വർഷം വന്നിട്ട് പറഞ്ഞു, എന്നാലും ഇത് കുറച്ച് കഷ്ടം കേട്ടോ. ഇത്ര സമയമായിട്ടും ശ്രുതിയേട്ടൻ എഴുന്നേക്കത്ത് എന്താ? ശ്രുതിയേട്ടന് കടയിലേക്കൊക്കെ പോകണ്ടല്ലേന്ന് ചോദിക്കുകയാണ്. അത് കേട്ടപ്പോൾ ശ്രുതി പറഞ്ഞു, അതെ, ശ്രുതി ഇന്നലെ രാത്രിയിൽ കുറെ ലേറ്റ് ആയിട്ടാണ് കിടന്നുറങ്ങിയെന്ന് പറയും. ലേറ്റ് ആയിട്ടോ? അതിന് വന്ന ഉടനെ കയറി കിടന്നുറങ്ങിയതാണല്ലോ എന്ന് പറയണം.
അപ്പോൾ ശ്രുതി ശരിക്കും ഒന്ന് ചമ്മി. അത് പിന്നെ ഇന്നലെ നന്നായിട്ട് ജോലിയൊക്കെ ചെയ്തായിരുന്നല്ലോ, അതുകൊണ്ടാന്ന് പറയണം. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ശ്രീകാന്ത് പറഞ്ഞു, അതെ എടത്തി എല്ലാവരും നന്നായിട്ട് ജോലി ചെയ്താൽ വൈകുന്നേരം വരുന്നേ, ഇതുപോലെ എല്ലാവർക്കും ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഞാൻ രാവിലെ ജോലിക്ക് പോകാതിരിക്കുന്നില്ല. വർഷയാണെങ്കിൽ ശരി, ഞാനാണെങ്കിൽ ശരി, സച്ചിയാണെങ്കിൽ ശരി എന്നൊക്കെ പറയണം. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വർഷ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഏറ്റവും കൂടുതൽ കിടന്നുറങ്ങേണ്ട ആളാരാന്നറിയാം വീട്ടില്? ഇതേ രേവതി ചേച്ചിയാ. രേവതി ചേച്ചിയാണെങ്കിൽ രാത്രി കിടക്കുമ്പോൾ ഒരു 10-12 മണി കഴിയും. രാവിലെ ഒരു 3-4 മണി 4 മണി സമയം കഴിയുമ്പോഴത്തേനും രേവതി ചേച്ചി എഴുന്നേൽക്കുകയും ചെയ്യും. ചേച്ചി എത്ര സമയം ഉറങ്ങണേ? അങ്ങനെയാണെങ്കിൽ ഇത്രയും പണി ചെയ്തിട്ട് കിടക്കുന്ന രേവതി ചേച്ചി പകല് മുഴുവൻ കിടന്നുറങ്ങണ്ടാണല്ലോ എന്ന് പറയണം. അത് ചന്ദ്രമതിക്ക് ഒട്ടും അങ്ങോട്ട് പിടിച്ചില്ല. ചന്ദ്രമതിക്ക് കട്ടക്കലിപ്പായി പോയി. ആ സമയത്ത് ശ്രുതിക്ക് ദേഷ്യം വന്നു. ശ്രുതിയെ നാണം കെടുത്തതിന് തുല്യമല്ലേ. ശ്രുതി പെട്ടെന്ന് പോയി ശ്രുതിക്കിട്ട് കുറെ അടിയൊക്കെ കൊടുക്കുവാണ്. എഴുന്നേക്കു ശ്രുതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. പക്ഷെ ശ്രുതി എന്നിട്ടും എഴുന്നേക്കാൻ കൂട്ടാക്കില്ല. അവസാനം ശ്രുതിക്ക് ദേഷ്യം വന്നിട്ട് എഴുന്നേക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അടിക്കുമ്പോഴത്തേനും ചന്ദ്ര പറഞ്ഞു, എന്താ ശ്രുതി നീ കാണിക്കണമെന്നൊക്കെ ചോദിക്കുകയാണ്. സച്ചി ഒട്ടും മടിച്ചില്ല. സച്ചി അകത്തേക്ക് അങ്ങോട്ട് പോയിട്ട് ഒരു പാത്രം നിറച്ച് കുറെ വെള്ളം കൊടുത്തോണ്ട് വന്നു. കുറെ വെള്ളം എടുത്തോണ്ട് വന്നിട്ട് നേരെ അത് ശ്രുതിയുടെ ദേഹത്തേക്ക് ഒഴിക്കുകയാണ്. ശ്രുതി ചാടി എഴുന്നേറ്റു. അപ്പോഴേക്കും ശ്രുതിക്ക് ബോധോദയം ഉണ്ടായി. ഈ സമയത്ത് ശ്രുതി വെച്ച് ഇത് എന്ത് പരിപാടി സച്ചിയെ കാണിച്ചെന്ന് ചോദിക്കുക. ചന്ദ്രമതിയൊക്കെ ചീത്ത, ഇങ്ങനെ കാണിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോന്ന്. അപ്പോഴേക്കും സച്ചി പറഞ്ഞു, ഇത്ര സമയം വിളിച്ചിട്ട് അമ്മ വിളിച്ചിട്ട് എഴുന്നേറ്റില്ലോ, ഇപ്പൊ കണ്ടില്ലേ ഇങ്ങനെയൊക്കെ വേണമെന്ന് പറയണം. ശ്രുതിക്ക് നല്ല ദേഷ്യമായിരുന്നു. പക്ഷേങ്കിൽ ശ്രുതിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ശ്രുതി ആകെപ്പാടെ നാണം കെട്ട് ഇരിക്കുകയാണ്. പിന്നീട് അന്നത്തെ ദിവസം എല്ലാവരും കാപ്പി കുടിച്ചിട്ട് അങ്ങോട്ട് പോകാൻ തുടങ്ങി. എല്ലാവരും ഓരോരുത്തരെ ജോലിക്കാണ്ട് പോകണം. ആ സമയത്ത് സച്ചി എന്ത് ചെയ്യണം, തൻ്റെ കാർ അവിടെ വാഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് പുറത്ത് കൊറിയറുകാർ വരുന്നത്. അങ്ങനെ കൊറിയറുകാർ വന്നിട്ട് ചോദിച്ചു, അല്ല ഇത് രവീന്ദ്രന്റെ വീടല്ലെന്ന് ചോദിക്കുക. അതേന്ന് പറയണം, ഒരു കൊറിയർ ഉണ്ടെന്ന് പറയണ. കൊറിയർ എന്താ? എ സി ആന്ന് പറയണ. എ സിയോ? അത് ചിലപ്പോൾ നിനക്ക് വീട് മാറിപ്പോയതായിരിക്കും എന്ന് പറയാം. അല്ല ഈ വീട് തന്നെയാന്ന് പറയണേ. ഈ വീടോ? അങ്ങനെ വരാൻ വഴിയല്ലോ. പിന്നീട് അഡ്രസ്സ് കാണിച്ചു കൊടുത്തു. ഫ്രം അഡ്രസ്സ് നോക്കിയപ്പം മധുസൂദന്റെ ഉണ്ട്. ഓഹോ, അപ്പം അങ്ങനെയാണ് കാര്യം. അപ്പം അവരാണ് എ സി കൊടുത്തു വിട്ടിരിക്കുന്നത്. പെട്ടെന്ന് പറഞ്ഞു, അതെ ഇതിവിടെ വേണ്ട, ഇത് അവിടെ തന്നെ തിരികെ കൊണ്ട് കൊടുത്തേക്കാൻ പറയണം. ഇത് കേട്ടിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, അത് പറ്റില്ല, ഇങ്ങോട്ടേക്കായിട്ട് തന്നുവിട്ട സാധനം ഇത് ഇവിടെ തന്നെ ഞങ്ങൾക്ക് ഡെലിവറി ചെയ്യണമെന്ന് പറയണം. അത് കേട്ടപ്പോൾ സച്ചോർ നിന്നൊരു കാര്യം ചെയ്യുക, അവരുടെ നമ്പറിലേക്ക് ഇങ്ങോട്ട് വിളിച്ചായിട്ട് ഞാൻ സംസാരിക്കാമെന്ന് പറയണം. അങ്ങനെ വിളിച്ചു സച്ചി. മഹിമയാണ് കോൾ എടുത്തത്. മഹിമ കോൾ എടുത്ത് കഴിഞ്ഞപ്പോഴത്തേന് സച്ചി ചോദിച്ചു, അല്ല നിങ്ങളൊരു എ സി കൊടുത്തു വിട്ടാരെന്ന് ചോദിക്കും. കൊടുത്തു വിട്ടായിരുന്നു. അതെന്തിനാ കൊടുത്തു വിട്ടേന്ന് ചോദിക്കുക. അത് പിന്നെ അവിടെ വേണമെന്ന് തോന്നി, എൻ്റെ മോളുടെ വീട്ടിലേക്കാണ് കൊടുത്തു വിട്ടേന്ന് പറയണം. അല്ല നിങ്ങൾ ആരാ അതൊക്കെ ചോദിക്കാമെന്ന് ചോദിക്കും. ഞാൻ സച്ചിയാന്ന് പറയണം. അത് കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും മഹിമെന്ന് ഞെട്ടി. വഴക്കുണ്ടാക്കാനെന്നുള്ള കാര്യം മനസ്സിലായി. ഈ സമയത്ത് സച്ചി പറഞ്ഞു, അതെ ഇപ്പം ഇവിടെ എ സിയുടെ ആവശ്യമൊന്നുമില്ല. എ സി വേണം ഞങ്ങൾ മേടിച്ചോളാം. ഞങ്ങൾ 3 ആൺമക്കളുണ്ട് ഇവിടെ, ഞങ്ങൾ മേടിച്ചോളാം. അതുകൊണ്ട് ഈ എ സി അങ്ങ് തിരിച്ചു കൊടുത്തു വിടാൻ പോകാന്ന് പറയണം. അത് കേട്ടപ്പോൾ മഹിമ പറഞ്ഞു, അല്ല അവിടെ എ സി ഇല്ലാന്ന് അറിഞ്ഞുകൊണ്ട് ഞാൻ വാങ്ങിച്ചാന്ന് പറയാം. എന്തൊക്കെ തന്നെയാണ് ഞങ്ങൾക്ക് കുഴപ്പമുള്ള കാര്യമില്ല, എ സിയുടെ ആവശ്യമൊന്നും ഞങ്ങൾക്കില്ല എന്നും പറഞ്ഞുകൊണ്ട് സച്ചി കോളം കൂടെ കട്ട് ചെയ്തു. പിന്നീട് അവന്മാരോട് പറഞ്ഞു, ഇതാ വാങ്ങിച്ചിട്ട് തന്നെ കൊണ്ടേ കൊടുത്തേക്കാൻ പറയണം. അങ്ങനെ അവന്മാർ എന്ത് ചെയ്യണം, അവിടെ തന്നെ ആ എ സി തിരികെ കൊണ്ട് കൊടുക്കുക. ഈ സമയത്ത് മഹിമയ്ക്ക് ആ പടം നാണക്കേടായിപ്പോയി. മഹിമ മധുസൂദനോട് പറയണം. മധുസൂദനൻ പറഞ്ഞു, എടി ഇതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? എ സിയും പൊക്കി പിടിച്ച് പോയേക്കുന്നു. അല്ല കുഴപ്പമില്ല, ഉർവശി ശാപം ഉപകാരപ്രദം എന്ന് പറഞ്ഞ കണക്ക് നമുക്ക് ഇത് വെച്ചിട്ട് കളി കളിക്കാന്ന് പറയാം. എന്ത് കളി? അല്ല നീ ഈ എ സി വാങ്ങിയത് എവിടുന്നാ? അവന്റെ കടയിൽ നിന്നല്ലേന്ന് ചോദിക്കും. അതെ സുധിയുടെ കടയിൽ നിന്ന്. അങ്ങനെയാണെങ്കിൽ കാര്യം ചെയ്യാം, ഈ എ സി അങ്ങ് തിരികെ കൊണ്ട് കൊടുക്കാൻ പറയണം. എന്നിട്ടോ എ സി തിരികെ കൊണ്ട് കൊടുത്തിട്ട് പറയണം വേണ്ട, കാരണം ഇതിന്റെ പൈസ എന്നേക്കാൻ പറയണം. എ സി നിങ്ങളുടെ വീട്ടിലേക്ക് മേടിച്ചാൽ അത് അവിടെ നിന്ന് തിരിച്ചു തന്നുകൊണ്ട് പിന്നെ ഞങ്ങൾക്ക് വീട്ടിൽ ഇഷ്ടംപോലെ എ സി ഉണ്ട്, എല്ലാ മുറിയിലും ഉണ്ട്, അതുകൊണ്ട് ഇതിന്റെ ആവശ്യമില്ല എന്നങ്ങോട്ട് പറഞ്ഞാൽ മതി എന്ന് പറയണം. അത് കേട്ട് കഴിഞ്ഞപ്പം നല്ലൊരു കാര്യമൊന്നും മഹിമയ്ക്കും തോന്നുവാണ്. അങ്ങനെയാണെങ്കിൽ ഇത് വെച്ചിട്ട് കളി കളിക്കാമല്ലോ എന്ന് ചിന്തിക്കുകയാണ്. പിന്നീട് എന്ത് ചെയ്യാണ്, മഹിമ ഒട്ടും മടിച്ചില്ല. മഹിമ എ സിയും പൊക്കി പിടിച്ചുകൊണ്ട് നേരെ കടയിലേക്ക് ചെല്ലുകയാണ്. അപ്പം കടയിൽ നല്ല തിരക്കുള്ള സമയമായിരുന്നു. അപ്പോഴേക്കും മഹിമ അങ്ങന്നിട്ട് പറഞ്ഞു, ഈ എ സി വേണ്ടെന്ന് പറയണം. അപ്പോൾ 1-2 കസ്റ്റമേഴ്സ് വന്നിട്ട് ചോദിച്ചു, അതെന്താ മാഡം അത് വേണ്ടാന്ന് പറഞ്ഞെന്ന് ചോദിക്കാം. വേറൊന്നും കൊണ്ടല്ല, ഇനി ഇതിന് കംപ്ലൈൻറ്റ് ഇട്ടുള്ളതാണെന്ന് ചോദിക്കുകയാണ്. കംപ്ലൈൻ്റ് ഒന്നും ഇല്ലയെന്ന് പറയണം. പിന്നെന്താ, അത് പിന്നെ ഞങ്ങൾക്ക് എന്തായാലും ഇതിൻ്റെ ആവശ്യം ഇപ്പം ഇല്ല എന്ന് പറയണം. 1-2 കസ്റ്റമേഴ്സൊക്കെ പോവുകയും ചെയ്തു. ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ അവരോടത്ത് എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടായിട്ട് തിരികെ കൊണ്ട് കൊടുത്താന്ന്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ശ്രുതി വന്നിട്ട് ചോദിച്ചു, അല്ല എന്താ കാര്യം, എന്താ എ സി തിരികെ കൊണ്ട് തന്നേന്നൊക്കെ ചോദിക്കണം. അത് പിന്നെ നിങ്ങളുടെ വീട്ടിൽ എ സി കൊടുത്തു വിട്ടു, നിങ്ങളുടെ വീട്ടിലേക്ക് വേണ്ടി മേടിച്ച, പക്ഷെ അവിടെ വേണ്ടാന്ന് പറഞ്ഞ് തിരിച്ചു കൊടുത്തു വിട്ടു. ആര് തിരിച്ചു കൊടുത്തു വിട്ടു? സച്ചി തിരിച്ചു കൊടുത്തു വിട്ടു. അപ്പൊ പിന്നെ എനിക്ക് എന്താണെങ്കിലും ഇത് വീട്ടിൽ കൊണ്ടുവച്ചിട്ട് കാര്യമില്ല, വെറുതെ ഇരുന്ന് പോകത്തുള്ളേ ഉള്ളൂ, പൈസ അത്രയും വെറുതെ കളയേണ്ട കാര്യമില്ലോ എന്ന് പറയണം. ശ്രുതിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല.
ആകെപ്പാട് ടെൻഷനായിപ്പോയി. കാരണം അതിന് കുറച്ചു മുമ്പാണ് കയ്യിലിരുന്ന പൈസ മൊത്തം ഡീലർക്ക് കൊടുത്തത്. ഇനിയിപ്പോൾ കൈ പൈസയൊന്നുമില്ല. ഏതെങ്കിലും കച്ചവടം നടന്നാൽ മാത്രമേ പൈസയുള്ളൂ. എങ്കിൽ മാത്രമേ ഇവിടെ പൈസ റിട്ടേൺ കൊടുക്കാനായിട്ട് പറ്റുള്ളൂ. എന്ത് ചെയ്യണമെന്നറിയില്ല. ആ സമയത്ത് ശ്രുതിക്കും ഭയങ്കര ടെൻഷനായി. പിന്നീട് പൈസ തിരികെ കൊടുക്കണമല്ലോ. പെട്ടെന്ന് മഹ്യം പറഞ്ഞു പൈസ ഇപ്പം ഇല്ലെങ്കിലും കുഴപ്പമില്ല എന്നൊക്കെ പറയണ. പക്ഷെ നാണക്കേട് ഭയന്ന് എന്ത് ചെയ്യണം, ശ്രുതി ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് അങ്ങോട്ട് പോയി. പിന്നീട് ശ്രുതി തൻ്റെ കഴുത്തെ കിടന്ന മാല കൊണ്ടേ വിൽക്കുവാണ്. മാല കൊണ്ട് വിറ്റിട്ട് പൈസ കൊണ്ടുവന്ന് ശ്രുതിയിലേക്ക് കൊടുത്തു. എന്നിട്ട് പറഞ്ഞ് ഇത് കൊടുക്കാൻ പറയണ. അങ്ങനെ ശ്രുതി ആ പൈസ കൊടുത്തു. പക്ഷെ ശ്രുതിക്കും ഭയങ്കര ദേഷ്യമായിപ്പോയി ഇതിൻ്റെ പേരിൽ. കാരണം തങ്ങളുടെ കച്ചവടം ഇല്ലാതാക്കിയത്, അത് ആദ്യം നടത്തിയ കച്ചവടമാണ്, അത് തിരികെ വരികയും ചെയ്തു. അത് കടയെ ബാധിക്കുന്നൊരു ചിന്ത അവരുടെ മനസ്സിലേക്ക് വരുവാണ്. പിന്നീട് വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേനും ചന്ദ്രമതി ചോദിച്ചു നിന്റെ മാല എന്തിയും മോളെന്നൊക്കെ ചോദിക്കുമ്പോൾ കാര്യം പറയുവാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ചന്ദ്രമതിക്ക് സഹിച്ചില്ല. വീട്ടിൽ വന്നു കയറി മഹാലക്ഷ്മിയെ തട്ടയെറിഞ്ഞെന്നൊരു ചിന്തയായിരുന്നു മനസ്സറിയുണ്ടായിരുന്നേ. പിന്നീട് സച്ചിനെ വിളിക്കുവാണ്. സച്ചിനെ വിളിച്ചിട്ട് വായി വന്നെല്ലാം ചന്ദ്രമതി പറയണം. നിന്നോട് ആരുടെ പറഞ്ഞ AC തിരികെ കൊടുത്തു വിടാനായിട്ട് എന്നൊക്കെ പറയണം. അപ്പോഴേക്കും വർഷയും ശ്രീകാന്തും രവീന്ദ്രനും എല്ലാവരും വന്നു. വർഷ പറഞ്ഞു എന്താണല്ലോ എൻ്റെ അമ്മ കൊടുത്തോടെ സാധനമാണ്, അത് ഞങ്ങളോട് പോലും ഒരു വാക്ക് ചോദിക്കാൻ തിരിച്ചു കൊടുത്തുകൊണ്ട കാര്യമില്ലായിരുന്നൊക്കെ പറയണം. രവീന്ദ്രൻ പറഞ്ഞു ഇതൊരു കൂട്ടുകുടുംബമാണെന്നറിയാലോ സച്ചി, ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുമ്പോൾ നിനക്ക് എല്ലാവരും ചോദിക്കാൻ വരായിരുന്നോ? അപ്പം ഞങ്ങളുടെ അഭിപ്രായം പറയായിരുന്നല്ലോ. എന്താണെങ്കിലും അതിൻ്റെ ആവശ്യം ഇവിടെ ഇല്ലായിരുന്നു. പക്ഷെ നീ തനിച്ചതങ്ങനെ ചെയ്ത ശരിയായിട്ടുള്ള കാര്യമല്ല. കാരണം എല്ലാവരും കൂടെ സച്ചിയെ കുറ്റപ്പെടുത്തി കഴിഞ്ഞപ്പോഴാണ് രവീന്ദ്രൻ അങ്ങനെ പറഞ്ഞത്. കാരണം സച്ചിയെ കുറ്റപ്പെടുത്തുമ്പോൾ രവീന്ദ്രന് സഹിക്കില്ല. ഇപ്പം ആ AC ആ വീട്ടിൽ കൊണ്ടുവന്നാലും രവീന്ദ്രനെ തിരിച്ചു കൊടുത്ത് വിടത്തുള്ളൂ. പക്ഷെ സച്ചി ഒറ്റയ്ക്കൊരു തീരുമാനം എടുത്തു. എല്ലാവരും കൂടെ ചോദിച്ചിട്ട് തീരുമാനിച്ചാൽ മതിയായിരുന്നല്ലോ. അതുകൊണ്ടാണ് ഇവരെല്ലാവരും കൂടെ കുറ്റപ്പെടുത്തുന്നത്. ഈ സമയം സച്ചി പറഞ്ഞു അച്ഛാ അതിവിടത്തേക്ക് വേണ്ടതായിട്ട് എനിക്ക് തോന്നിയില്ല, അതാ ഞാൻ കൊടുത്തു വിട്ടേന്നൊക്കെ സച്ചി പറയണ. പക്ഷേ എങ്കിൽ ശ്രുതി പറഞ്ഞു അത് കാരണം എന്താ എൻ്റെ മാനം പോയത്, കടയുടെ ആദ്യം നടന്ന കച്ചവടമായിരുന്നു, എൻ്റെ കടയെ ബാധിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് കിടന്ന് ദേഷ്യപ്പെടുവാണ്. അവസാനം രവീന്ദ്രൻ പറഞ്ഞു ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് ആരും സംസാരിക്കുകയും വേണ്ട, ചർച്ച ചെയ്യുകയും വേണ്ട. അല്ല ഈ AC കാര്യം പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞാണല്ലോ AC ഇവിടെ വേണ്ടാന്ന്, പിന്നെ അവർക്ക് കൊടുത്തു വിടേണ്ട കാര്യം ഉണ്ടായിരുന്നെന്നൊക്കെ ചോദിക്കുകയാണ്. വർഷ ആദ്യം സച്ചിയെ കുറെ കുറ്റപ്പെടുത്തി. പിന്നീട് ശ്രീകാന്തും വർഷയോടൊപ്പം നിൽക്കുകയാണ്. മുറിയിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ശ്രീകാന്ത് പറഞ്ഞു ഞാനപ്പം നിന്നെ എല്ലാവരുടെ മുന്നിലേക്ക് ഇട്ട് കൊടുക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് അങ്ങനെയൊക്കെ പറഞ്ഞത്. പക്ഷെ നിന്റെ അമ്മ ചെയ്ത് ശരിയായിട്ടൊരു കാര്യമില്ല. AC കൊടുത്തു വിടണമെങ്കിൽ ഒന്നും വിളിച്ചു ചോദിച്ചിട്ട് പോരെ, അല്ലെങ്കിൽ കൊടുത്തു വിടേണ്ട കാര്യമുണ്ടെന്നൊക്കെ ചോദിക്കുക. വർഷയ്ക്കും തോന്നിയാൽ ശരിയാന്നുള്ള കാര്യം. അങ്ങനെ അമ്മ ഒരിക്കലും ചെയ്യേണ്ട കാര്യമില്ലായിരുന്നു. അതുകൊണ്ട് പക്ഷേ പറഞ്ഞ് ശരിയായിട്ടുള്ള കാര്യമാണ്, അങ്ങനെ അമ്മ ഒരിക്കലും ചെയ്യാൻ പാടില്ലായിരുന്നു. രേവതി സച്ചിനെ കുറ്റപ്പെടുത്തുവാണ് AC കാര്യത്തിൽ. പക്ഷേ എങ്കിൽ സച്ചി പറഞ്ഞു ഞാൻ എന്താണെങ്കിലും അഭിമാനം വിട്ട് കളിക്കില്ല. 2-3 ആൺമക്കളുണ്ട് ഇവിടെ. പിന്നെ അവിടുന്ന് ഇപ്പം വർഷയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവരേണ്ട കാര്യമില്ല. അതിന് മാത്രം ചൂടും കാര്യങ്ങളൊന്നും ഇവിടെ ഇല്ല. ഇത്തരം കല എല്ലാവരും ഇതുപോലെയല്ലേ ഇവിടെ കഴിഞ്ഞേ, അങ്ങനെ കഴിഞ്ഞാൽ മതി എന്നൊക്കെ പറയണം. അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ അടുത്ത ആഴ്ച കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നടന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.